ഈ തിളച്ച് മറിയുന്ന കറിയുടെ മുകളിലോട്ട് താളിപ്പൊഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മണമാണ് കേട്ടോ. ആ മീൻ കറിക്ക് തന്നെ ഒരു പ്രത്യേക രുചിയാണ്, അതുപോലെ തന്നെ നല്ല മണമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. ഹോട്ടലുകളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ കിട്ടുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന മീൻകറിയേക്കാളും എന്തോ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നും. അതേ ടേസ്റ്റുള്ളൊരു മീൻകറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മളിന്നിവിടെ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ള മീനാണിത്. ഉള്ളിമേരി എന്നാണ് ഈ മീനിൻ്റെ പേര്. മീനാണിന്ന് കറി വയ്ക്കുന്നത്. നമുക്കൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. തൊലി കളയണം, ഇത് തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. തലയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു സവാള അരിഞ്ഞത് കനം കുറഞ്ഞ, അതുപോലെ തന്നെ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1, ചെറിയ തക്കാളി ആണെങ്കിൽ 2 പിന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, എരിവിന് ആവശ്യമായി പച്ചമുളക്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത്തിരി തേങ്ങ ചീകിയെടുത്തത് അരിഞ്ഞെടുത്തത്, ഒരു മുറി തേങ്ങയുടെ 4/1 ഒരു ഭാഗമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിക്ക് പുളിക്ക് ആവശ്യമായ കുടംപുളി എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി കീറി എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് വാട്ടിയെടുത്തിട്ട് അരയ്ക്കാനുള്ളതാണ്. നമുക്കിത് വാട്ടിയെടുക്കാം. നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലോട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കറി വയ്ക്കുന്നത്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി എണ്ണയ്ക്കകത്തോട്ട് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്ത് ആ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ. തേങ്ങ ഇപ്പം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വാടിയില്ല, അതിൻ്റെ വെള്ളമയൊക്കെ മാറി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ വാടി വരണം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ വാടി വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിയും തക്കാളി എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടില്ല, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയ്ക്കൊന്ന് പൊടിയൊന്ന് മൊരിഞ്ഞ് വരണം. ഫ്ലെയിം ഇത്തിരി കുറച്ചിട്ടേക്കണം കേട്ടോ, പൊടി കഴിഞ്ഞു. പോലെ മുരിയുമ്പോൾ നല്ല മണം വരും. പൊടി മൊരിയുന്നതായിട്ട് മുളക് പൊടിയൊക്കെ മൊരിയുമ്പോൾ അതുവരെ ലോ ഫ്ലെയിമിലാണ് ഇളക്കി കൊടുക്കുക. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കാണും. ഫ്ലെയിം ഓഫ് ആക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പൊടി കരിയാൻ നോക്കണം. പൊടി നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് കോരി മാറ്റും. ഫ്ലെയിം ഓഫ് ആക്കി, എന്നാലും മൺചട്ടി കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത്തിരി
ഇത് നേരെ ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. മൺചട്ടിക്ക് നല്ല ചൂടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് കോരിയെടുക്കാം. ഇത് മൊത്തം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആറിയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നമ്മൾ അരപ്പോടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത അരപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മൺചട്ടിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം നമ്മൾ ആ മിക്സിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീനിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളം വേണം. നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന വൃത്തിയാക്കി വെച്ചേക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീടാം. മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം തിളച്ച് വരട്ടെ. അരപ്പ് ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മീൻ നല്ലവണ്ണം വെന്ത് വരണം. മീനിട്ടിട്ട് കറി തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടി കൂട്ടി ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. സെൻറ്റർ ഭാഗത്ത് ഇളക്കിയാൽ മതി. മൺചട്ടി ആയതുകൊണ്ടാണ്. നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ. ചാറ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ഓഫാക്കാം കേട്ടോ. മീൻ വെന്തിട്ടില്ല, വെന്ത് കുറുകി വരട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ മൺചട്ടി വയ്ക്കുമ്പോൾ സെൻറ്റർ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ല മൊത്തത്തിൽ ഇളക്കിയ മീനൊന്ന് പൊടിഞ്ഞു പോകും. സെൻറ്റർ ഭാഗം ഇളക്കി കൊടുക്കണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. മീനും വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ചാണ്. ഇത് ഉച്ചയ്ക്ക് ചോറിനുണ്ടല്ലേ, അതിൽ ഇത്തിരി ചാറ് വേണം. മീനൊക്കെ നല്ലപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉണ്ണിമീൻ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ണിമീൻ ഇതുപോലെ കറി വെച്ചാൽ അത് വിളഞ്ഞാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു നല്ല താളിപ്പൊടിക്കാം. എരിവുണ്ട്. നല്ലൊരു താളിപ്പൊടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. നമ്മളൊരു താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി. നമുക്ക് ഇതിനകത്തൊരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ തിളച്ച് മറിയുന്ന കറിയുടെ മുകളിലോട്ട് താളിപ്പൊഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മണമാണ് കേട്ടോ. ആ മീൻ കറിക്ക് തന്നെ ഒരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ നല്ല മണവുമാണ്. മീനെല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വയ്ക്കാം. വെന്തുടഞ്ഞു പോകുന്ന മീനൊന്നുമില്ല ഉണ്ണിമീൻ.
അത് വിളഞ്ഞാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ലോ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഓഫാക്കിയാലും കുറേ നേരം ഇങ്ങനെ ആ ഒരു തിളപ്പ് ഇങ്ങനെ ഇരിക്കും, മൺചട്ടി ആയതുകൊണ്ട്. അങ്ങനെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന മീൻകറിയുടെ അതേ ടേസ്റ്റുള്ള മീൻകറി നമ്മളിവിടെ തയ്യാറാക്കിയേക്കുന്നത്. ഇതിൻ്റെ ചാറ് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറിടാൻ. അത്രയ്ക്കല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു ചൂരക്കറി ഇതുപോലെ ഹോട്ടലിൽ വെക്കുന്ന രീതിയിലുള്ള വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ അരിച്ച്. കണ്ടിട്ടില്ലാത്തതിലൊന്ന് ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു മീൻകറിയാണത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്